മൊബൈൽ ഫോൺ സുരക്ഷയ്ക്കെന്ന പേരിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സഞ്ചാർ സാത്തി ആപ്പിനെ ചൊല്ലി വിവാദം. പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാത്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെലിഫോണുകളിലും സർവൈലൻസ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് അതിലൂടെ പോകുന്നത്. ഇപ്പോൾ പുറമേ കാണിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യമാണ്, അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്, അതുപോലെ ഫോണിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണുകൾ കേൾക്കാനും കാണാനുമുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് അടിയന്തരമായിട്ടും പിൻവലിച്ചേ മതിയാവും. ഇന്ത്യയിലെ സ്വകാര്യതയ്ക്കെതിരെ, പൗരൻ്റെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന് ഒരു വഴിക്ക് വിശേഷിപ്പിക്കുകയും പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം, അതായത് സർക്കാരിൻ്റെ നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ്. ഇത് അമേരിക്കയിലൊക്കെ ഉള്ള ക്രിമിനൽ പുള്ളികൾ പരോളിന് പോകുമ്പോൾ അവരുടെ കാലിൽ ആംഗിൾ മോണിറ്റേഴ്സ് ഇടും, അതല്ലെങ്കിൽ കോഡറൽ ബെൽറ്റ് ഇടും. യഥാർത്ഥത്തിൽ ഒരു ബ്രെയിൻ ചിപ്പും കൂടി വെക്കുന്നതാണ് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ അഭികാമ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈബർ സുരക്ഷാ ആപ്ലിക്കേഷനായ സഞ്ചാർ സാത്തി പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് മൊബൈൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി വിനിത വിജയിരുന്നു. വിനിത, ഈ ആപ്പിളടക്കമുള്ള സ്ഥാപനങ്ങൾ ഈ ആന്റി സ്പാം നീക്കങ്ങൾക്കെതിരെ എല്ലാ കാലവും സർക്കാരുകളുമായി തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ അടക്കമുള്ള പറയുന്നുണ്ടോ ഇത് അവരുടെ പ്രതികരണം വരുന്നുണ്ട്? രണ്ടാമത്തെ കാര്യം, ഇത് പെഗാസസ് പ്ലസ് പ്ലസ് എന്നാണ് കാർത്തി ചിദംബരം MP-യുടെ പ്രതികരണം. അപ്പോൾ ആ വിഷയത്തിൽ പ്രതിപക്ഷം ആ രീതിയിലും പ്രതികരണം രൂക്ഷമാക്കുകയാണോ വിനിത? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഇത് നമ്മളിപ്പോൾ കുറച്ച് സമയം മുൻപ് KC വേണുഗോപാലും ഒക്കെയായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും അക്കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഈ പെഗാസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒരു ആരോപണം. അതായത് ഇന്ത്യയിൽ വിൽക്കുന്നതും നിർമ്മിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലും ഈ സഞ്ചാർ സാത്തി ആപ്പ് ഉറപ്പാക്കണമെന്നാണ് ഈ മൊബൈൽ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ആപ്ലിക്കേഷൻ ഉറപ്പാക്കുന്നതിനായി 3 മാസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. 2023 ഈ ആപ്ലിക്കേഷൻ വരുന്നതെങ്കിൽ പോലും നമുക്ക് നേരത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളവർക്ക് അത് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിർബന്ധമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു സൈബർ സുരക്ഷയുടെ ഭാഗമാണെന്നും ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണുകൾ നഷ്ടമാവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ഈ ഫ്രോഡ് കോളുകളൊക്കെ വരികയാണെങ്കിൽ നമുക്കത് വളരെ വേഗം ട്രാക്ക് ചെയ്യാനും കണ്ടെത്താനും ഒക്കെ ഒരു സുരക്ഷ ഒരുക്കുന്ന ഒരു സൈബർ സുരക്ഷയുടെ ഭാഗമാണ് ഈ സഞ്ചാർ സാത്തി ആപ്പ് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ അത് ഒരു പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നാണ് പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ള ആരോപണം. സുപ്രീം കോടതി അടക്കം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്കൊക്കെ തന്നെ വിരുദ്ധമാണ് ഇത്തരത്തിലേക്കുള്ളൊരു നീക്കമെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഈ പെഗാസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടല്ലോ, അത്തരത്തിലേക്കുള്ളൊരു നീക്കമാണ് ഇതെന്നും ഈ ആപ്ലിക്കേഷൻ എല്ലാ ഫോണുകളിലും നിർബന്ധമാക്കുന്ന തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ആ തീരുമാനം മാറ്റണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പാർലമെന്റിലേക്കടക്കം ഈ വിഷയം കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് സുരക്ഷയെ കരുതിയുള്ള നീക്കമാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും അങ്ങനെയല്ല, അത് ഓരോ പൗരന്മാരെ സർവൈലൻസിൽ വെക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പെഗാസസ് പ്ലസ് പ്ലസ്, പെഗാസസ് പ്രോ എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആ വിഷയത്തിലെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.